തിരുവനന്തപുരം കിളിമാനൂരിൽ വാഹനമിടിച്ച് ഒരാൾ മരിച്ച സംഭവത്തിൽ പാറശാല മുൻ SHO പി അനിൽകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. അനിൽകുമാർ ഒരാഴ്ചയിലായി ഒളിവിലാണ്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, വാഹനം പിടിച്ച് ഒരാൾ മരിച്ച സംഭവത്തിലാണ് SHO പി അനിൽകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. അനിൽകുമാർ ഒരാഴ്ചയായി ഒളിവിലാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ 9 പുലർച്ചെ 6 മണിക്കാണ് ഈ അപകടം നടക്കുന്നത്. കിളിമാനൂർ പോലീസ് സ്റ്റേഷന് സമീപം വാഹനം ഇടിച്ച നിലയിൽ രാജൻ എന്ന വൃദ്ധനെ കണ്ടെത്തുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴേക്കും ചോര വാർന്ന് മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ അപകടം ഉണ്ടാക്കി നിർത്താതെ പോയ വാഹനം ഓടിച്ചയാളുടെ അതീവ ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ് 1 മണിക്കൂറോളം ഈ വൃദ്ധൻ റോഡിൽ ചോര വാർന്ന് മരിക്കാനിടയായ സംഭവം. തുടക്കത്തിൽ അജ്ഞാത വാഹനം എന്നുള്ളത് മാത്രമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് CCTV പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പാറശാല SHO പി അനിൽകുമാറാണ് ഈ വാഹനം ഓടിച്ചിരുന്നതും അദ്ദേഹത്തിന്റെ വാഹനമാണ് ഇടിച്ചതും എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. നിസ്സാരമായിട്ടുള്ള വകുപ്പുകളാണ് ഈ അനിൽകുമാറിനെതിരെ ചുമത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ അനിൽകുമാർ ഇനി നേരിടേണ്ടതായിട്ട് വരും. ശരി, മുൻ SHO പി അനിൽകുമാറിന്റെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ നൽകിയത്. അനിൽകുമാർ ഒരാഴ്ചയിലേറെയായി ഒളിവിലാണ്. വിവരങ്ങൾ നൽകിയത് സൂര്യഗായത്രിയാണ്.